ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഗോപാലേട്ടൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച നസീറിനെ ഗോപാലേട്ടൻ ഒരു ഒറ്റ തള്ളുമ്പോൾ അവനങ്ങനെ മുകളിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണ് അവിടെ ഒരു കല്ലിൻ്റെ പുറത്ത് തലയടിച്ചങ്ങ് വീഴുവാണ്. ആ തല പൊട്ടി ചോര ഇങ്ങനെ ചെതറുന്നുണ്ട്. അതുകൊണ്ട് ശാരദാമ്മ ഭയന്ന് വിറച്ച് കരയുവാണ്. അയ്യോ ഗോപാലേട്ട ചോര, അയ്യോ ചോര കണ്ടോ ഗോപാലേട്ട എന്നൊക്കെ പറയുവാണ്. ഗോപാലചേട്ടനും അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. കയ്യബദ്ധം പറ്റിപ്പോയില്ലേ. നസീറാണെങ്കിൽ വേദന കൊണ്ടിങ്ങനെ തല പൊത്തിപ്പിടിച്ച് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കൈകാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് നസീറിൻ്റെ കൈകാലനൊക്കെ നിന്ന് അവനൊരു വശത്തോട്ട് ചരിഞ്ഞങ്ങ് കിടക്കുവാണ്. ബോധം പോയതാണോ മരിച്ചു പോയോ എന്നൊന്നും അറിയില്ല. ശാരദാമ്മ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്. ഗോപാലൻ നായരും അതുപോലെ തന്നെ. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? പക്ഷേ അടുത്ത റൂമിൽ നിന്നൊന്നും അറിയാതെ നൂർജഹാൻ വിഷമിച്ചിരിക്കുവാണ്. ഗോപാലേട്ടൻ പറയുന്നു, ശാരദാമ്മ നീ ഒച്ച വെക്കാതെ ഞാനൊന്ന് നോക്കട്ടെന്നും പറഞ്ഞ് ഗോപാലേട്ടൻ ആ നസീറിനെ ഇങ്ങനെ തട്ടിപ്പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരനക്കവും ഇല്ല. നസീറിൻ്റെ മൂക്കിൻ്റെ അടുത്തൊരു ഗോപാലേട്ടൻ വിരൽ വെച്ചിങ്ങനെ നോക്കുന്നുണ്ട്, ശ്വാസം ഉണ്ടോയെന്ന്. ശ്വാസമില്ല. അപ്പോഴേ ഗോപാലേട്ടൻ അങ്ങ് ഞെട്ടുവാണ്. അത് കണ്ട് ശാരദാമ്മയും ഭയന്നങ്ങ് നിലവിളിക്കുന്നുണ്ട്. ഗോപാലേട്ട ഇനി നമ്മൾ എന്ത് ചെയ്യും? ശാരദയെ മിണ്ടരുത്, നീ മിണ്ടാതിരിക്കേ. അയ്യോ ഗോപാലേട്ട, അയ്യോ ഗോപാലേട്ട എന്നും പറഞ്ഞ് ശാരദാമ്മ സ്വന്തം തലയ്ക്കൊക്കെ ഇട്ട് അടിച്ചിങ്ങനെ വിഷമിക്കുവാണ്. ശാരദയെ നീ ഒന്ന് ഒച്ച വെക്കാതെ, നീ സമാധാനപ്പെട്. ഇവൻ ഇതിവിടെ ചോദിച്ച് വന്നതാ, അല്ല നമ്മളായിട്ട് ഇവനെ ഒന്നും ചെയ്തതല്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യും ഗോപാലേട്ട? ഇതൊരു കൊലപാതകമല്ലേ? എൻ്റെ ശാരദയെ നീ ഇങ്ങനെ വിളിച്ചുകൂവിക്കറിഞ്ഞ് ആളുകളെ വിളിച്ചു കൂട്ടല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നീ ഒന്ന് സമാധാനപ്പെട്. ആ സമയത്ത് വിഷ്ണുവിൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശാരദാമ്മ ആകെ പേടിക്കുവാണ്. ദൈവമേ, ആരാ ഇനി? പോലീസോ മറ്റോ ആണോ? ഗോപാലേട്ട, അയ്യോ ആരോ വന്നിട്ടുണ്ട്, ആരോ വന്നു ഗോപാലേട്ട. ഗോപാലൻ നായരും ഇങ്ങനെ വിഷമിച്ച് പതറി നിൽക്കുവാണ്. ആരായിരിക്കും വന്നത്? നീ വെപ്രാളം പിടിക്കാതെ ശാരദയെ നീ ഒന്ന് പോയി നോക്ക്, ആരാന്നൊന്ന് നോക്ക്. വിഷ്ണു ആ കതകലിട്ട് തട്ടുവാണ്. ശാരദാമ്മേ, ശാരദാമ്മയെന്ന് വിഷ്ണു വിളിക്കുന്ന കേട്ടപ്പോഴാണ് ശാരദാമ്മയ്ക്കൊരു സമാധാനമായത്. അയ്യോ വിഷ്ണുവാ ഗോപാലേട്ട. എന്നാൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നീ പോയി കതവ് തുറന്നു കൊടുക്ക് എന്ന് ഗോപാലൻ നായർ പറയുന്നുണ്ട്. അയ്യോ എനിക്ക് പേടിയാകുന്നു ഗോപാലേട്ട, എനിക്ക് വയ്യ. ശാരദ നീ ഒന്ന് വാതിൽ തുറന്നു കൊടുക്ക്. ശാരദാമ്മേ, ശാരദാമ്മയെന്ന് വിഷ്ണു വീണ്ടും കതകെ തട്ടി വിളിക്കുന്നുണ്ട്. ശാരദാമ്മ നിന്ന് പതർന്ന കണ്ടുകൊണ്ട് ഗോപാലേട്ടൻ പറയുന്നുണ്ട്, ശാരദ ഒന്നും നീ വിഷ്ണുവിനോട് പറയരുത്. ഞാനിവിടെ വന്നിട്ടുമില്ല, ദാ ഈ കിടക്കുന്നവനിവിടെ വന്നിട്ടുമില്ല. പറഞ്ഞു കേട്ടല്ലോ. വിഷ്ണു ഇങ്ങോട്ട് വരാതെ നീ നോക്കിക്കോണം. ശാരദാമ്മ വന്ന് കതവ് തുറക്കുന്നുണ്ട്. വിഷ്ണു ശാരദാമ്മയെ തന്നെ നോക്കുക. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിക്ക് ശാരദാമ്മ എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ വിഷ്ണുവിൻ്റെ മനസ്സിൽ എന്തോ ഒരു ഡൗട്ട് വിഷ്ണുവിൻ്റെ മനസ്സിൽ പെടുന്നുണ്ട്. ശാരദാമ്മ എന്ത് പറ്റി? കൂടുതൽ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ശാരദാമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഭയന്ന് വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ഗോപാലൻ നായർ ചാക്കൊക്കെ കൊണ്ടുവന്ന് നസീറിനെ ചാക്കൊക്കെ ഇട്ട് മൂടിയൊക്കെ കെട്ടിയൊക്കെ വെക്കുന്നുണ്ട്. ഉപേന്ദ്രൻ ചന്ദ്രബോസിനോട് പറയുന്നു, ആലുങ്കാവഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. അങ്ങനെ പറഞ്ഞൊരവസ്ഥയായി പോയലോടോ തൻ്റെത്. ആ വിഷ്ണുവിനെ പിടിച്ച് 4 പൊട്ടിക്കാനുള്ള ഒരു ചാൻസ് വന്നതാ. പക്ഷേ എന്ത് ചെയ്യാനാ? ഭാഗ്യമെന്ന് പറയുന്ന ഒന്നേ അത് അവൻ്റെ പോക്കറ്റിൽ കിടക്കുക. താൻ പോയി തൻ്റെ അണ്ണാക്കി നാക്കും തിരികെ കിഴക്കോട്ട് നോക്കിപ്പോയി ഇരിയിടും എന്നൊക്കെ പറയും കളിയാക്കി ദേഷ്യപ്പെടുവാണ് ഉപേന്ദ്രൻ ചന്ദ്രബോസിനോട്. തനിക്കിത് എന്തിൻ്റെ കേടാടോ? താൻ എന്തിനാടോ എൻ്റെ നേരെ ഇങ്ങനെ ചാടിക്കയറുന്നു? ഇനി എൻ്റെ ദേഹത്തോട്ട് ചാടിക്കയറിയോ? ആ കഴിവുകെട്ട തന്തയുടെയും മോടെയും കേസില്ലേ, അത് അവൻ്റെ പെടലിക്കോട്ട് വെച്ച് 4 ചാർത്താൻ തനിക്ക് പറ്റാഞ്ഞിട്ടാണോടോ? എടോ അതല്ലടോ തന്നോട് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവനും അവൻ്റെ പെണ്ണുമ്പിള്ളയും കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഏതോ കാട്ടിപ്പോയി പെറ്റ് കിടക്കുക. എന്നാൽ പിന്നെ അവൻ്റെ തള്ളയെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടോ, അവൻ വാലും ചുരുട്ടി അങ്ങ് എത്തിക്കോളും. പെട്ടെന്ന് സുസ്മിത പറയുക, ഒരു ഗോൾഡൻ ചാൻസായി ഇപ്പം നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിരിക്കുന്നത്. അത് ശരിക്കും ഉപയോഗപ്പെടുത്താമെങ്കിൽ പലരെയും നമുക്കിപ്പോൾ ഈ പേരും പറഞ്ഞ് മുൾമനയിൽ നിർത്താം. വിഷ്ണു അകത്തായാലേ തൊണ്ടയിൽ ഭക്ഷണം ഇറങ്ങാത്ത കുറേ കൂട്ടരുണ്ട് ചുറ്റും. സത്യാമ്മയും ശാരദാമ്മയും ശാലിനിയും എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടാൻ ഈ ഒരു ഒറ്റ പരിപാടി കൊണ്ട് തന്നെ നടക്കും. എടി മോളെ, ഞാനും അത് കരുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അവൻ സ്വർണം എടുത്തില്ലെങ്കിലും അവനെ ഞാനങ്ങ് പ്രതിയാക്കും. എന്നിട്ട് അവൻ്റെ നാവിൽ തുമ്പിൽ നിന്നേ ആ സ്വർണ്ണം ഉരുക്കി വിറ്റതിൻ്റെ കഥ ഞാൻ പറയിപ്പിക്കും. അവൻ ആ സ്വർണ്ണം ഉരുക്കിയെടുക്കാൻ കൊണ്ടുപോയ കടയുണ്ടല്ലോ, അത് ഞാനങ്ങ് സൃഷ്ടിക്കും. അങ്ങനെ അവനെ ഞാൻ അടപടലം പൂട്ടി പുതിയൊരു പേരും കൂടെ ഞാൻ അങ്ങോട്ട് ചാർത്തി കൊടുക്കോടൂ. കൊച്ചുണ്ണി വിഷ്ണു, കായംകുളം കൊച്ചുണ്ണിയുടെ അനിയൻ കൊച്ചുണ്ണി വിഷ്ണു. കളക്ടർ ശാലിനി വിഷ്ണുവിനെ ഭർത്താവിൻ്റെ പുതിയ പേര് കൊണ്ട് എന്തുകൊണ്ടും അഹങ്കരിക്കാം. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? കള്ളന്മാരെ വാനോളം പോഴ്ത്തുന്ന നാടാ നമ്മുടേത്. കളക്ടർ ഭാര്യയ്ക്ക് കൂട്ട് കള്ളൻ ഭർത്താവ്. നല്ല ടൈറ്റിലല്ലേ ചിറ്റപ്പ? ഉപേന്ദ്രൻ പറയുക, അതുപോലത്തെ ടൈറ്റാക്കണം കേസ്.
അവൻ ഒരിക്കലും ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൂടി പറയാം. ലോക്കപ്പിലിട്ട് അവനെ തല്ലിച്ചതയ്ക്കുമ്പോഴുണ്ടല്ലോ, രഹസ്യമായിട്ട് മതി എന്നെക്കൂടെ ഒന്ന് കാണിക്കണം. അത് അവൻ്റെ 6ാം വാരിയല് നോക്കി എനിക്ക് ഒരൊറ്റ ഇടിയിടിക്കണം അവനെ. ഉപേന്ദ്ര മോനെ, നിന്റെ ഒരിക്കലും നടക്കാൻ പോകാത്ത ആഗ്രഹവാത്. നിന്റെ വാരിയല് വിഷ്ണു ചവിട്ടൂരി എടുക്കാതെ നീ നോക്കിക്കോ. അവൻ ഇതിനു മുമ്പ് എൻ്റെ മില്ലിക്കയറി അവൻ എന്നെ ഇടിച്ചപ്പോഴേ അങ്ങനൊരിടി അവൻ എനിക്കിട്ട് തന്നിട്ടുണ്ട്. 4 ദിവസം എടുത്ത് ആ ഭാഗത്ത് കല്ലിച്ച് കിടന്ന നീരൊന്ന് പോകാൻ. താൻ വിഷമിക്കാതൊരു ഉപേന്ദ്ര, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആദ്യം അവനൊന്ന് വന്ന് ഇറങ്ങിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം അവൻ്റെ ഒടുക്കലത്തെ ഒരു ഹരീശ്രീ എഴുത്ത്. ആ സമയത്ത് ചന്ദ്രബോസിൻ്റെ ഫോണിലോട്ട് അബൂബക്കറുടെ ഫോൺ വരുന്നു. എന്താടോ അബൂബക്കറെ? അതെ, നസീർ ആ നൂർജഹാനെ തിരക്കി പോയിട്ട് 1.5 മണിക്കൂറായി. അവന് വന്നിട്ടുമില്ല. അവനെ വിളിച്ചിട്ടിപ്പോൾ ഫോൺ എടുക്കുന്നതുമില്ല. അതെ, അവൻ ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ പോയതല്ലയോ, അപ്പോഴൊറ്റയ്ക്ക് തന്നെ അവനങ്ങ് തിരിച്ചെത്തിക്കോളും. അയ്യോ അങ്ങനെ പറയല്ലേ, പ്രായത്തിൻ്റെ എടുത്തിയാട്ടൽ കൊണ്ട് ചെയ്തു പോകുന്നതാ. അവൻ്റെ ഈ എടുത്തുചാട്ടം കൊണ്ട് ഏതെങ്കിലും ഏടാകുടലിൽ പോയി ചാടിയോന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. അവസാനം വിളിച്ചപ്പോൾ എന്നോട് അവൻ പറഞ്ഞതേ ആ പെണ്ണ് നൂർജഹാൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ചന്ദ്രബോസിൻ്റെ മനസ്സിലൊരു കൊല്ലിയാനിങ്ങനെ മിന്നി. സാറ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടോ, താനിപ്പോൾ എന്തോ പറഞ്ഞേ? ആ പെണ്ണ് കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്നോ? അതേ ചന്ദ്രബോസ് സാറേ, നസീർ അവസാനം വിളിച്ചപ്പോൾ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താൻ റെഡിയായിക്കോ, അവനെ തൂക്കിയെടുത്ത് ഞാനിപ്പോൾ തൻ്റെ കയ്യിലോട്ട് വെച്ച് തരാവിടൂ. ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് സുസ്മിതയോടും ഉപേന്ദ്രനോടും പറയുക, ഒരു പുതിയ കച്ചിത്തുരുമ്പ് വീണ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ എൻ്റെ കർത്താവേ ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഞാൻ അതുവഴി പോകുമ്പോൾ ഒരു 5-8 മെഴുകുതിരി കൂടുതലങ്ങ് കത്തിച്ചോളാവേ. എൻ്റെ ചിറ്റപ്പൻ തന്നെ കിടന്നിങ്ങനെ സന്തോഷിക്കാതെ ഞങ്ങളോട് കാര്യങ്ങൾ പറ. എൻ്റെ മോളെ, ആ കാണാതെ പോയ പെണ്ണില്ലേ നൂർജഹാൻ, അവളെ കുടുംബശ്രീ ശാരദയുടെ കൊട്ടാരത്തിലുണ്ടെന്ന്. ആദ്യം ഞാൻ ശാരദയെ തൂക്കി അകത്തിടും, പിന്നാലെ ഓരോരോ പണികളായിട്ട് ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും തല പൊങ്ങാത്ത രീതിക്ക് ഓരോരോ പണികൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ സുസ്മിതയും ഉപേന്ദ്രനും കൂടെ ചന്ദ്രബോസിനോട് പറഞ്ഞു കൊടുക്കുവാണ്. ശാരദാമ്മയും വിഷ്ണുവും കൂടെ വന്ന് നൂർജഹാൻ കഥകടച്ചിരിക്കുമായിരുന്നല്ലോ. ആ ഡോറെ തട്ടുവാണ്. മോളെ കതവ് തുറക്ക്. ഞാനാ മോളെ, ശാരദാമ്മയെ, മോള് കതവ് തുറക്ക്. വിഷ്ണു നൂർജഹാനോട് പറയുന്നു, നൂർജഹാനെ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. എവിടേക്കാ വിഷ്ണുവേട്ടാ? നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അവിടോട്ടാകുമ്പോൾ അത്രയ്ക്ക് പെട്ടെന്ന് ആരും അന്വേഷിച്ചങ്ങോട്ട് വരില്ല. 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് മറ്റെവിടേക്കെങ്കിലും മാറാം. ശാരദാമ്മയും പറയുന്നു, അതാ മോളെ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തരും തിരക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. നസീർക്ക് പോയോ? ആ, അവൻ പോയി. മോൾ അതിനി ഓർത്ത് പേടിക്കണ്ട. അവൻ എന്നേക്കുമായി പോയി എന്നുള്ളൊരർത്ഥത്തിലാണ് ശാരദാമ്മ പറഞ്ഞത്. പക്ഷേ അത് വിഷ്ണുവിനോ നൂർജഹാനോ മനസ്സിലായില്ല. പക്ഷേ മോൾ ഇവിടെ ഉണ്ടെന്ന് അവരറിഞ്ഞു കാണും. അതുകൊണ്ടാണ് മോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞത്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല ശാരദാമ്മ, ഞങ്ങൾ പോകട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു നൂർജഹാനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ശാരദാമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, മോനെ സൂക്ഷിച്ചു പോണേ, അവിടെ ചെന്നിട്ട് വിളിക്കണേ. അങ്ങനെ വിഷ്ണു നൂർജഹാനെയും കൊണ്ട് കാറിൽ കയറാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ചന്ദ്രബോസും കുറേ പോലീസുകാരും എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. ചന്ദ്രബോസ് ഇങ്ങോട്ട് വന്നിട്ട് വിഷ്ണുവിനെ നോക്കി പറഞ്ഞു, ആഹാ, ഇത് നല്ല കാഴ്ചയാണല്ലോടാ. ഇപ്പോൾ കേസ് ഒരുപാടായല്ലോടാ നിൻ്റെ പേരിൽ. പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകൽ, ഒളിച്ച് താമസിപ്പിക്കൽ, നിൻ്റെ സമയം അങ്ങ് തെളിഞ്ഞല്ലോടാ വല്ലാതെ. ശാരദാമ്മ പേടിച്ച് വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ്. ശാരദാമ്മയെ നോക്കിയിട്ട് ചന്ദ്രബോസ് പറയാ, സ്വന്തം മരുമകൻ ഒത്താശ ചെയ്തു വെച്ചു കൊടുക്കുന്ന ഒരു അമ്മായിയമ്മ. ഗോപാലൻ നായർ അകത്തു നിന്നതൊക്കെ കാണുന്നുണ്ട്. ഗോപാലൻ നായരും ആകെ പേടിച്ച് നിൽക്കുവാണ്. കാരണം നസീറിൻ്റെ ഡെഡ് ബോഡി അവിടെ കിടക്കുവാണല്ലോ. ശാരദാമ്മയെ കളിയാക്കിക്കൊണ്ട് ചന്ദ്രബോസ് വീണ്ടും ചോദിക്കുക, ഇവൻ്റെ ഈ ബന്ധവേ ഇവൻ്റെ ഭാര്യയ്ക്ക് അറിയാവോ ശാരദാമ്മേ? അത് കേട്ടിട്ട് നൂർജഹാൻ പറയാം, സാറേ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി വന്നതാ. അപ്പോഴേക്കും അബൂബക്കറും കാറിൽ അവിടെ എത്തിക്കഴിഞ്ഞു. അബൂബക്കർ ദേഷ്യത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് നൂർജഹാൻ്റെ കയ്യെ പിടിച്ച് മുറുക്കിയിട്ട് പറയുന്നു, എടി ഹറാം പറഞ്ഞ ഇബിലീസെ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ടാണോടി നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കോടി എന്ന് പറഞ്ഞ് കൈ പൊക്കാൻ ഒരുങ്ങുമ്പോൾ നൂർജഹാൻ പറയുന്നു, തൊട്ടുപോകരുത് തന്നെ, എനിക്കിഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഉടനെ ചന്ദ്രബോസ് ചോദിക്കുന്നു, എടി കൊച്ചെ, പെണ്ണും പെടക്കോഴിയുള്ള ഇവൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതേ എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വിഷ്ണുവിനങ്ങ് ദേഷ്യം വരുക. ചന്ദ്രബോസെ, എന്നിട്ട് അനാവശ്യം പറയരുത്. ഇവളും അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും തങ്ങൾ ഇഷ്ടത്തിലാണ്. അവരിന്ന് രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതുമാണ്. അവനാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി ഇവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ടേ ഞാൻ ഇവളെ സംരക്ഷിച്ചതാണ്. അതും പ്രായപൂർത്തിയായ ഈ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്.
സത്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുമുണ്ടല്ലോ കേസിന് വേണ്ടി താൻ ഈ വളച്ചൊടിക്കുന്ന തൻ്റെ ഈ പോലീസ് ബുദ്ധി ഉണ്ടല്ലോ അത് നാലാട്ട് മടക്കി ഓടിച്ച് തൻ്റെ പോക്കറ്റിലങ്ങ് വെച്ചാൽ മതി. ഇങ്ങോട്ടെടുക്കണ്ട ഈ വിഷ്ണുവിൻ്റെ അടുത്തോട്ട്. കാലം മാറി ചന്ദ്രബോസേ. അത്യാവശ്യം നിയമമൊക്കെ പഠിച്ചിട്ട് തന്നെ ഇവിടേക്ക് ഉള്ളവർ ജീവിക്കുന്നത്. ഇല്ലെങ്കിലേ നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. നീ ആരെയാടാ നിയമം പഠിപ്പിക്കുന്നത് എന്നും പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ ചന്ദ്രബോസേ വേണ്ട, നിന്നെ പിടിച്ചകത്തിടാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടടാ. കുറേ നാളായടാ ഞാൻ ഈ പണിയൊക്കെ തുടങ്ങിയിട്ട്. ചെയ്തും ചെയ്യിപ്പിച്ചു എൻ്റെ ബുദ്ധിക്ക് നല്ല കൂർമ്മതയാടാ. നിനക്കറിയാവോടാ ആരെ പെടുത്തണം, എങ്ങനെ പെടുത്തണം, എങ്ങനെ ഒപ്പിക്കണം, ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമേ ചന്ദ്രബോസിന് ഇല്ലടാ. സോമശേഖരോ ഇനി ഇവൻ്റെ ചിലപ്പൊക്കെ ന്യായം പറച്ചിലൊക്കെ അങ്ങ് ലോക്കപ്പിൽ മതി. ഇവനെ പിടിച്ചോട്ട് അകത്തോട്ടിട്ടേ. സോമശേഖരൻ പോലീസ് പിടിക്കാൻ വരുമ്പം വിഷ്ണു പറയാം നിൽക്കവിടെ, എന്നെ എന്തിനാ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് പിടിച്ച് അകത്തിടാൻ പോകുന്നത്? ഇവളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചത് അനൂപല്ലേ? എടാ കിടന്ന് പിടയ്ക്കാതെ നിൽക്കടാ. വകുപ്പുകളൊക്കെ നിനക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പെണ്ണിനെ തട്ടിക്കൊണ്ടു പോക്കൽ, ഒളിച്ചുകൊണ്ട് താമസിപ്പിക്കൽ, പിന്നെ വേറൊന്നുണ്ടല്ലോ സ്വർണം തട്ടിയെടുക്കുന്നത്. അങ്ങനെ കേസുകളൊക്കെ ചാകരയായിട്ട് നിന്നെ കാത്ത് സ്റ്റേഷനിൽ കിടക്കുക. നമുക്കങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കാം. നിന്നെ ഞാൻ അഴി എണ്ണീക്കുവിടാ. എന്നിട്ട് ചന്ദ്രബോസ് ശാരദാമ്മയോട് ചോദിക്കുന്നത്, ഇവളെ കെട്ടിയെന്ന് പറയുന്ന അനൂപില്ലേ, അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുടെ മോനല്ലേ? അതെ. എന്നിട്ട് അവനെന്തിയെ? അകത്തൊളിപ്പിച്ച് വെച്ചിരിക്കുമായിരിക്കും. കയറി നോക്കണോ ഞങ്ങൾ? ഇതൊക്കെ ഗോപാലൻ നായർ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ സോമശേഖർ അവൻ ആ പത്തായത്തിനകത്തോ കട്ടിനടിയിലോ ഒക്കെ ഉണ്ടോയെന്നൊന്ന് കയറി നോക്കണമല്ലോ. അങ്ങനെ കുറേ പോലീസുകാർ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ എന്ത് ചെയ്യും എന്നും പറഞ്ഞിങ്ങനെ ഗോപാലൻ നായർ നോക്കി നിൽക്കുവാണ്. ശാരദാമ്മ പെട്ടെന്ന് പോലീസുകാരെ അവിടെ തടുത്തു നിർത്തിയിട്ട് പറയുക, സാറേ അവൻ ഇവളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് അവൻ എങ്ങോട്ടോ പോയിരിക്കുവാണ്. ചന്ദ്രബോസ് ഉടനെ കളിയാക്കൽ പോലാണ്. ശാരദാമ്മ ഇത്ര ഇമോഷണലായിട്ടൊക്കെ പറയുമ്പോൾ നമ്മളത് കേൾക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഏതായാലും എനിക്ക് ഇവനെ കിട്ടിയിട്ടുണ്ട്. ഇവനെ അകത്ത് കിടത്തിക്കൊണ്ട് മറ്റവനെ സ്റ്റേഷനിൽ എത്തിക്കുന്ന പണിയൊക്കെ എനിക്കറിയാൻ ശാരദാമ്മേ. അതിന് ശാരദാമ്മ സഹായിക്കുകയും ചെയ്യും. അവനിനി അഥവാ വന്നില്ലെങ്കിൽ തകരുന്നതേ പുന്നാര മരുമോൻ്റെ ചങ്ക. പഞ്ചസാര ലായനി ഇവനെ കൊണ്ട് കുടിപ്പിക്കും. എന്നിട്ട് ഞാൻ ഇവനെ പച്ചയ്ക്ക് കത്തിക്കും. എടോ പിടിച്ചു കയറ്റടോ ഇവനെ. അങ്ങനെ പോലീസുകാർ പിടിക്കാൻ നോക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട എനിക്കറിയാൻ കയറാൻ. എടോ ചന്ദ്രബോസേ, ഇത് നിൻ്റെ ആയുസറക്കാനുള്ള കളിയാ, നിൻ്റെ ഒടുക്കം വരാനുള്ള അവസാനത്തെ കളി. ചന്ദ്രബോസ് ചിരിച്ചിട്ട് പറയാം, എടാ കൊച്ചനെ 100 കൊല്ലം ജീവിച്ചിരിക്കാമെന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ നിനക്ക് ഞാനൊരു വാക്ക് തരും, നീ അടുത്ത കാലത്തെങ്ങും പുറം ലോകം കാണത്തില്ല. എടാ ചന്ദ്രബോസേ, നീ എന്നെ പുറം ലോകമല്ല കാണിക്കാത്തതുള്ളൂ, ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്നത് പരലോകമായിരിക്കും. പിടിച്ച് കേട്ടടോ ഇവനെ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള പോലീസുകാർ വന്ന് വിഷ്ണുവിനെ അങ്ങനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. ചന്ദ്രബോസ് എന്നിട്ട് അബൂബക്കറോട് പറയാം, എനിക്ക് വേണ്ടത് ഇവനെയാ, എനിക്ക് ഇവനെ കിട്ടി. തൽക്കാലമേ താൻ ആ പെണ്ണിനെ വേണമെങ്കിൽ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ അബൂബക്കർ വാടി ഇവിടെ എന്നും പറഞ്ഞ് നൂർജഹാൻ്റെ കയ്യെ പിടിക്കാൻ നോക്കുമ്പോൾ അവൾ തള്ളിക്കളഞ്ഞിട്ട് ശാരദാമ്മയുടെ അടുത്തോട്ട് ഓടുവാണ്. ശാരദാമ്മ എന്നെ വിട്ടു കൊടുക്കല്ലേ ശാരദാമ്മ എന്നും പറഞ്ഞ് നൂർജഹാൻ ശാരദാമ്മയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുവാണ്. വാടി ഇവിടെ, നീ എങ്ങോട്ടാടി ഓടിപ്പോന്ന് എന്നും പറഞ്ഞ് അബൂബക്കർ വീണ്ടും നൂർജഹാനെ പിടിച്ച് വലിക്കാൻ ഒരുങ്ങുമ്പോൾ ശാരദാമ്മ വിടറോ അവളെ. ഇവളെ നിയമപ്രകാരം അനൂപ് രജിസ്റ്റർ വിവാഹം കഴിച്ചതാ. രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊന്ന് ഒപ്പിട്ടെന്നല്ല ഉള്ളു. ആ ഒപ്പൊക്കെ മായ്ക്കാനുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. വാടി ഇവിടെ നിന്നും പറഞ്ഞ് വലിച്ച് പറിച്ച് കൊണ്ടുപോവാണ് നൂർജഹാനെ. ശാരദാമ്മയെ എന്നെ വിട്ടുകൊടുക്കല്ലേ ശാരദാമ്മയെ എന്ന് പറഞ്ഞ് നൂർജഹാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് വന്ന് ശാരദാമ്മയോട് പറയുക, ശാരദാമ്മ ഇതൊക്കെ ഒരല്പം ക്രൂരമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് എനിക്കൊരു ഹരമാണ്. ശാരദാമ്മയും പറയുന്ന മനുഷ്യത്വമില്ലാതെ പെരുമാറരുത്. ശാരദാമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം അകത്താണെങ്കിൽ ഗോപാലേട്ടനുമുണ്ട്, നസീറിൻ്റെ ഡെഡ് ബോഡിയുണ്ട്. ഇവൻ അകത്തെങ്ങാനും കയറിപ്പോയെങ്കിലോ എന്നുള്ള ഒരു ഭയത്തിലാണ് ശാരദാമ്മയ്ക്ക് ഒന്നും പ്രതികരിക്കാൻ വയ്യാതായി പോയതുമല്ല. വിഷ്ണു ആ പോലീസ് ജീപ്പിൽ ഇരിപ്പുണ്ട്. വിഷ്ണു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇനി ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ശാരദാമ്മ ഞെട്ടരുത്. നാളെ രാവിലെ കളക്ടർ മാഡം വന്ന കോടതിയിലെ ഇവന് വേണ്ടി ജാമ്യം എടുക്കാൻ പറ. പിന്നെ ഇവന് വേണ്ടി അത് മനസ്സിരുത്തി പ്രാർത്ഥിക്കാനും പറഞ്ഞോണം. ഈ ജാമ്യമില്ലാ വകുപ്പുകളിൽ ഇവന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന FIRൽ എന്തെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടാകണേന്ന് പ്രാർത്ഥിക്കാൻ പറ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, എൻ്റെ പേന ചലിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സർവനാശം കാണാനായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു ആ ജീപ്പിലിരുന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്.
വിഷ്ണു എന്തൊക്കെയോ പരിപാടി പ്ലാനും ചെയ്യുന്നുണ്ട്. ചന്ദ്രബോസ് അടുത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വിഷ്ണു അതിൽ നിന്ന് ഇറങ്ങി ഓടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.